യോ ഗൈസ്, ഐ എം വിത്ത് അനദർ സ്റ്റോറി. ഓക്കെ, ഈ സ്റ്റോറി പിന്നെ ഗ്രെഡ് എന്നാണ് സ്റ്റോറി. ഞാൻ ഇപ്പോൾ ഗ്രെഡ് എന്നെനിക്ക് പറയുക സ്റ്റോറി പറയുമ്പം. ഓക്കെ, ഈ കഥ നടക്കുന്നത് ഒരു വേറെ യൂണിവേഴ്സ്. സസ്കോൻ്റെ അതായിട്ട് നിലവിലൊരു ബന്ധമില്ല കേട്ടോ. ഓക്കെ, അന്നേരം ഗ്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ, കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം എന്തായാലും. അടുത്ത സ്റ്റാർട്ടിങ് നമ്മൾ ഗ്രെഡ് ബെഡിൽ നിന്ന് എണീക്കുന്നു. പിന്നെ സെറിയൽ സംഘം കഴിക്കുന്നു. അപ്പോൾ അവനൊരു കോൾ വരികയാണ്. അതൊരു സ്കാമർ വൈബ് ഉണ്ട്, എന്നാലും അവൻ എടുക്കുക. അന്നേരം ഓനെ ഒരു സ്ഥലത്തേക്ക് വിളിക്കുന്ന പോലെ, അവിടെ വന്നാൽ നിനക്ക് 10 ലക്ഷം രൂപ കിട്ടും എന്ന് പറയുക. 10 ലക്ഷം രൂപ അല്ല എന്ന് വെച്ചാൽ ഇതിപ്പോൾ US നടക്കുന്ന കറൻസി ഇതായതുകൊണ്ട് ഡോളറായിരിക്കും കറൻസി. അതുകൊണ്ട് 10 ലക്ഷം ഡോളർ എന്ന് വെച്ചാൽ $1 മില്യൺ കിട്ടുമെന്ന് പറയുകയാണ്. അപ്പം ഗ്രെഡ് എന്തായാലും സ്കാമറൊക്കെ തന്നെയാണ്, എന്നാലും എനിക്ക് തല്ലാൻ വരുന്നതുകൊണ്ട് എന്തായാലും പോയാൽ കഴിക്കുക. ഗ്രെഡ് അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ അതിന് ഗ്രെഡ് ഈ ഹുഡ് ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. എന്നാൽ അതിന് ശേഷം പോയിട്ട് സീൻ ബാക്കൗട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ 2 ആൾക്കാർ ഗ്രെഡിനെ കൊല്ലാൻ വരുന്നു പോലെ ആക്കിയിട്ട് സീൻ ബാക്കൗട്ട് ചെയ്യാണ്. എന്നിട്ട് ഒരു ഹുഡ് ഇട്ടാവ് ഓടുന്ന പോലെ. അത് ഗ്രെഡാണൊക്കെ വേവായിട്ട് കാണിക്കുന്നില്ല, ചിലപ്പം അത് ഓനെ പിടിക്കാൻ വന്നത് അങ്ങനത്തെ രീതിയിലാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്ന ഗ്രെഡിൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. ഓരോരു കഫേൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഫ്രണ്ടിൻ്റെ പേര് ഇവാൻ എന്നാണ് കേട്ടോ. എന്നാൽ ഫ്രണ്ട് കുറേ കാര്യം പറയാണ്. ഒരു ഫോണിൻ്റെയും പിന്നെ റാമിൻ്റെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എടാ, റാമിന് നല്ല വില കൂടി. 1.5 ലക്ഷം ഉണ്ടായിരുന്നപ്പോൾ 4 ലക്ഷത്തിൻ്റെ അടുത്തായി. ഇൻവെസ്റ്റ് ചെയ്താൽ കഴിക്കുക. അമ്മ ഇന്ത്യൻ ഫണ്ടില്ലേ ഭരത്ത്, മറ്റേ ബാഗ് സൈക്കോ എന്ന് ഗ്രെഡ് പറയുക. ചങ്ങായി തന്നെ മറ്റവനും പറയും ഇവാൻ. എന്നാൽ ഇവൻ പിന്നെയും പറയുകയാണ് ഓൻ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കും തോന്നുന്നു അതിൻ്റെ അകത്ത്. ഓൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു മെയിനായിട്ട് പോയി ഒരു ഫാക്ടറീൻ്റെ അവിടെ പോയി കുറേ വാങ്ങുന്നതായിട്ടൊരു ഫോട്ടോ ഇട്ടതായിട്ട് കണ്ട്. ഓനങ്ങനെ ഇൻവെസ്റ്റൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ എന്ന് ഗ്രെഡ് വയ്ക്കുക. അതോടെ ഓൻ അവിടെ ആ ടോക്ക് നിർത്തിയിട്ട് മറ്റേ ഇവാനൊരു പാർട്ടിക്ക് പോകാനുണ്ടായിരുന്നു. എന്നാൽ ഓൻ പാർട്ടിക്ക് പോയി. എന്നാൽ ഗ്രെഡ് തിരിച്ചവൻ്റെ വീട്ടിൽ പോവാണ്. അപ്പാണോ നമ്മൾ കാണിക്കുന്നത് നേരത്തെ അവനെ കൊല്ലാൻ വന്ന ഒരുത്തനെ പിടിച്ചിരിക്കും. പക്ഷെ അവൻ മറ്റവൻ പാവാണ്, എന്നുവെച്ചാൽ കൊല്ലാൻ വന്ന ആവ്. അപ്പം എനിക്കിപ്പം നിന്നെ ഒന്നും ചെയ്യാനൊന്നും എനിക്ക് വയ്യാന്ന് ഗ്രെഡ് തന്നെ പറയുന്നുണ്ട്. നിങ്ങളെ ഗ്രെഡ് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മറ്റോ എന്നോട് പറഞ്ഞില്ല എന്നാണ് ഈ ചങ്ങായി പറയുന്നത്. എന്തായാലും നീ കുറച്ച് ദിവസം എൻ്റെ അസിസ്റ്റൻ്റ് പോലെ നിൽക്ക്, കുറച്ച് പണിയുണ്ടെന്ന് പറയുക. എന്ത് പണി? എൻ്റെ ഒരു കാർ എടുക്കാണ്ട് പറയുക. കാറോ? നിങ്ങൾക്ക് കാറൊക്കെ ഉണ്ടോ? ഇവിടെ ഇത്ര ഫാൻസി കാർ പോരെയെന്ന് ചോദിക്കുക. ബ്രോ, എനിക്ക് വേറെ എൻ്റെ പ്രോ കാർ എടുക്കാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്യാണ്. പിന്നെ അടുത്ത ദിവസം ഗ്രെഡ് എണീക്കുക. മറ്റവനെ ഏതോ റൂമിലങ്ങ് പൂട്ടിയിടുകയോ അല്ലെങ്കിൽ അവിടെ ഇടുകയോ ആണ്. എന്തായാലും വീടിൻ്റെ വലിയ വീട് തന്നെയാണ്. ഗ്രെഡ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു മില്യനെയറാണ്. കാരണം ഗ്രെഡ് ഈവിളായ പേഴ്സൺസിനെ കൊല്ലും, പക്ഷേ ചിലതിന് മാത്രമേ അങ്ങനെ പ്രശ്നം വരൂ. ബാക്കി വേറെ വാർണഡ് ലിസ്റ്റിൽ പോകും. അതോടെ ഓന് കുറേ റിവാർഡ് മണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓനായിട്ട് ലോയറും ഉണ്ട്. അന്നേരം ഓൻ പല ലോയറാട്ടോ ഓരോ കേസിന്, അല്ലാണ്ട് ഒരു കോൺസ്റ്റൻറ്റ് ലോയറല്ല സസ്കോനെ പോലെ. അന്നേരം ഓനങ്ങനെ പോയിട്ട് ഇന്നൊരു കേസ് ഉണ്ടെന്ന് പറയുക. അപ്പം ഓൻ്റെ ലോയറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ ഓൻ്റെ ലോയറിന് ബാക്കിയവ മറ്റേ ഗ്യാങ് പൈസ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഓൻ്റെ ലോയർ ഓനെ ചതിച്ചു. എന്നിട്ട് ഓന് ഇപ്പോൾ ഓരോ ലോയറും ഇല്ലാണ്ട് ഒരു അബാൻഡൻ ചെയ്ത പോലത്തെ സിറ്റുവേഷനിലാണ് ഇപ്പോൾ. അപ്പോഴാണ് ന്യൂസിലൊക്കെ അത് ഉണ്ട്. ഗ്രെഡ് അത്യാവശ്യം ഫേമസും ആണ്. അത്ര ഫേമസ് അല്ലെങ്കിൽ ലോക്കലി ഫേമസ്. പക്ഷേ US തന്നെ ഏറ്റവും ബെസ്റ്റ് ലോയറായ ഫ്രാങ്കോ സിംസ് എന്നാണ് ആ ചങ്ങേൻ്റെ പേര്. അന്നേരം ഓന് ഗ്രെഡിനെ കാണുന്നുണ്ട് മറ്റേ ആ ദിവസം വന്നിട്ട്. ലാസ്റ്റ് ഹിയറിങ്ങിൻ്റെ ദിവസമാണ്. അപ്പോൾ ഗ്രെഡിനോട് അങ്ങനെ ടോക്കൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്മൈൽ ചെയ്തിട്ട്. പിന്നെ മറ്റേ അന്ന് ഇത്ര നല്ല ലോയറിനെ എടുത്തതല്ലേ, സ്റ്റേറ്റ്സിലെ ഏറ്റവും ബെസ്റ്റ് ലോയർ പറഞ്ഞാൽ അന്നേരം US ടോപ്പ് 10 ലോയറിനെങ്കിലും എടുക്കണ്ടേ. എൻ്റെ ടോപ്പ് 10 എപ്പോഴെങ്കിലും വരുന്ന ഒരു ലേഡി ലോയറിനെ ഒരെടുത്തിട്ടുണ്ട്. ആ ലോയറിൻ്റെ പേര് അലക്സിസ് നതാഷ എന്നാണ് ആ ലോയറിൻ്റെ പേര്. ഓക്കെ, അന്നേരം നമ്മളെ ഗ്രെഡ് ആകെ തോക്കാവതിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മളെ ഈ ഫ്രാൻസിസ് അത്യാവശ്യം അങ്ങനെ ഹോൾഡ് ചെയ്ത് കേസ് ഓൾമോസ്റ്റ് ജയിക്കാൻ ഇതിലെത്തിച്ച്. അപ്പോഴാണ് ഇവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല പറയുന്നുണ്ട് മറ്റേ ലോയർ.
ഇവൻ പെട്ടെന്ന് ആംഗ്രി ആകുന്നതാണ്. ഇവനെ തവാപ്പി കോർട്ടിലെങ്കിലും ആക്കണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതിന് ആങ്കർ മാനേജർ തവാപ്പി കിട്ടണം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജഡ്ജ് പറയാണ്, പക്ഷേ ഓൻ്റെ പേഴ്സണൽ ഇത് നിങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് നമ്മളെ ഫ്രാങ്കോ ഫ്രാൻസിസ് പറയുന്നത്, ഇവൾക്ക് ഇടപെടാൻ പറ്റും, ഷീസ് ഓൾസോ ഹിസ് ഫാമിലി എന്ന് പറയാം. അതങ്ങനെ ജഡ്ജ് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവൻ പറയാണ്, ഫ്രാങ്കോ ഡേവിസ്, ഞാൻ അവൻ്റെ സ്റ്റെപ്പ് ബ്രദറാണ്, എൻ്റെ സിസ്റ്ററാണ് ഓവ് എന്നുവെച്ചാൽ ഓൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർ. നിങ്ങളൊക്കെ ഫാമിലി ആയിരുന്നല്ലേ. എന്തായാലും അങ്ങനെ കേസിൽ ഇവൻ്റെ ഗ്രെഡിൻ്റെ ടീം ജയിക്കുകയാണ്. അപ്പം നതാഷ ഇവരെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അടുത്ത കേസ് ഞാൻ എന്നെ പൊട്ടിക്കട പറഞ്ഞിട്ട് ഫ്രാങ്കോനോട് പറയുന്നുണ്ട്. എന്നിട്ട് നതാഷ എന്തായാലും ഞാൻ ഒന്ന് വീട്ടിലേക്ക് നോക്കുന്നുണ്ട്, ഇതുണ്ടോ ചോദിക്കുകയാണ് ഫ്രാങ്കോനോട്. ഞാനില്ല എന്ന് പറയാണ് ഗ്രെഡ്. അല്ല, എന്നോടങ്ങനെ ചോദിച്ചത്, ഇതെന്തായാലും വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാവുക എന്ന് ചോദിക്കുക. അല്ല, ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ടില്ല എന്ന് പറയാണ്. എൻ്റെ പുതിയ വീട്ടിലാണല്ലേ ഇപ്പോൾ താമസം എന്ന് ചോദിക്കുക. അന്നേരം ഫ്രാങ്കോ പറയുക, എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇത് ടൈം കിട്ടുമ്പോൾ ഗ്രെഡിനോട് പറയാണ്. നതാഷ പറയുന്നുണ്ട്, ഇങ്ങനെ എന്തായാലും കേസ് ജയിച്ചു, എന്തായാലും ചിലവ് വേണം കൂടെ പറഞ്ഞിട്ട് രണ്ടാമത് ഓരോ വീട്ടിൽ പോവാണ്. ഗ്രെഡ് ഓൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, എന്ന് വെച്ചാൽ ഫാമിലി ഹൗസ് അല്ല, ഓൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഗ്രെഡിൻ്റെ പോലെ മറ്റവനും ഇത്ര നേരം ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ ഫാമിലി ഇത്ര വലിയ ഫാമിലി ആയിരുന്നു. പിന്നെ അതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് എന്നെ ഇപ്പോൾ വിളിച്ചാൽ മറ്റേ കാറിൻ്റെ കാര്യത്തിലല്ലേ അറിയാം. അപ്പോൾ ശരിയാണല്ലോ. അപ്പം ഇത് കാർ ഓടിക്കാൻ അറിയില്ലേ? അല്ല, പിന്നെ എനിക്കറിയാമെന്ന് മറ്റവനും പറയാണ്. അപ്പം ഒരു കാർ ഓടിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. വേറൊരു ടൗണാണ്. എന്നിട്ട് ആ സ്ഥലത്തേക്ക് പോയിട്ട് കാറും കൂടെ കയറ്റിയിട്ട് ഷിപ്പിലും പോവാണ്. കാരണം അത് യൂറോപ്പിലാണ് ആ സ്ഥലം. ആ സ്ഥലത്തേക്ക് സീക്കോട്ടായിട്ട് വഴിയേ അന്നേരം അങ്ങോട്ട് പോവാണ്. മറ്റേ പിടിച്ചവനാട്ടോ ഓടിക്കുന്നത്. അപ്പം ആണ് ഗ്രെഡ് ചോദിക്കുന്നത്, നിൻ്റെ പേരെന്താന്ന് ഓനോട് ചോദിക്കുന്നുണ്ട് കാറിൽ പോകുന്ന ടൈമിൽ. അപ്പം ആണ് അവൻ പറയുന്നത് മൈക്കിൾ എന്നാണ്, നിങ്ങളിപ്പോൾ മൈക്കെന്ന് വിളിച്ചാൽ അറിയാം. മൈക്ക്, നിൻ്റെ റെഡ് ഷർട്ട് പോവാന്ന് പറയുന്നുണ്ട് ഗ്രെഡ് ഇടയ്ക്ക്. അതോടെ ഒരു കോൺവെർസേഷൻ നിർത്തിയിട്ട് ഗ്രെഡ് ആ സ്ഥലത്തേക്ക് കയറി പോകുന്ന പോലെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഗ്രെഡിൻ്റെ ഒരു പരിചയക്കാരനായ ഒരു ഇത് തന്നെയാണ് ഒരാവാത്. ആ ഒരു സ്ഥലത്തിൻ്റെ മേലെ സെക്കൻഡ് ഫ്ലോറിൽ അങ്ങനെയാണ് ഇത്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പാണ് ഇവനെ ഇൻവൈറ്റ് ചെയ്യുന്ന മൈക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ട്, അല്ല ഗ്രെഡ് ബോസ്, കാറില്ലേ ഞാൻ പാർക്ക് ചെയ്തു, പക്ഷേ ഈ കാറ് ഇവിടെ ആണെങ്കിൽ മറ്റേ കാർ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് മൈക്ക്. അതൊക്കെ ഞാൻ പിന്നെ പറയടാ പറഞ്ഞിട്ട് താഴോട്ട് പോകാൻ പറയുക. അന്നേരം ആണ് മറ്റേ ഗ്രെഡും ഇവനും തമ്മിൽ പിന്നെ നടക്കുന്ന കോൺവെർസേഷൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഗ്രെഡ്, നിൻ്റെ TK8 കാറ് ഞാൻ തരാം, പക്ഷേ അത് കുറച്ച് നല്ല പൈസയ്ക്കാണ് ഞാൻ വാങ്ങിയത്, അതിൻ്റെ പകരം നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം പറയുക. എന്താണെന്ന് ഗ്രെഡും ചോദിക്കുകയാണ്. അപ്പം ഗ്രെഡിൻ്റെ അയാൾ പറയുകയാണ്, ഗ്രെഡിൻ്റെ ഒരു ഫ്രണ്ടാണ് ചങ്ങായി. ചങ്ങായി പറയുകയാണ്, ഗ്രെഡ്, നീ ഒരു നല്ല ഫൈറ്ററാണ് എനിക്കറിയാം, നീ ആ സാധനം ഏതൊക്കെയോ ഡോൺ ഗ്രൂപ്പിൻ്റെ കയ്യിലാണത്. എന്താണെന്ന് ഗ്രെഡ് ചോദിക്കുന്നുണ്ട്. ടൈം മെഷീൻ്റെ ഇക്വേഷനെ പോലെ പേപ്പർ. വാട്ട്? അങ്ങനെ ഗ്രെഡ് പറയാണ്, യെസ്, അങ്ങനെ ഇക്വേഷൻ ഫൗണ്ട് ചെയ്തിട്ടുണ്ട് ഒരു സയൻറ്റിസ്റ്റ്. ആ സയൻറ്റിസ്റ്റിനെ അത് കവഞ്ഞു പോയി. അതങ്ങനെ വലിയൊരു കഥയാണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാൻ പറഞ്ഞിട്ട്. എന്നാൽ അത് നീയില്ലേ കണ്ടുപിടിച്ചത് കത്തിച്ച് കളഞ്ഞേക്കെന്നാവുന്നത്. എന്താ കത്തിച്ച് കളയുന്നത്? ബിക്കോസ് ദാറ്റ് വിൽ കോസ് എ ബിഗ് റിയാലിറ്റി തിങ് എന്ന് അതിനുശേഷം സയൻറ്റിസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നു. അതിപ്പം നിനക്കേ അത് ഇതാക്കാൻ പറ്റും. നിനക്കെന്തായാലും കാവ് എന്തായാലും സീസ് ചെയ്ത കാവ് ഞാൻ എടുത്തു തന്നതല്ലേ, നീ അതിൻ്റെ പകരം ഉപകാരമായിട്ട് ചെയ്തതാന്ന് പറയാണ്. ഓക്കെ ഡീൽ എന്ന് ഗ്രെഡും പറഞ്ഞ് ഗ്രെഡ് പോവാണ്. എന്നാൽ ഗ്രെഡ് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കത്തി വെച്ച ഒറ്റൊരു ഇത് ലാസ്റ്റ് പോകത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ ഓൻ ജസ്റ്റ് മിസ്സിന് മാറി എന്നിട്ട് ആ കത്തി ഇങ്ങനെ പിടിച്ച് ഇത് തിരിച്ചെറിയാണ്.
അത് മറ്റവനെ കാലിൽ കൊണ്ട് എന്നിട്ട് മറ്റവനെ തോക്ക് വെച്ച് ഹെഡ് ഷോട്ട് അടിക്കുകയാണ്. അപ്പോഴാണ് കുറേ ഗുണ്ടകൾ അതിനകത്തേക്ക് കയറി വരുന്നുണ്ട്, കുറേ ഡോൺസ്. അന്നേരം ഒരൊക്കെ ഇവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൈക്കൊന്ന് പാസ്റ്റിലേക്ക് ചിന്തിക്കുക. അപ്പം ഒരു ചെറിയ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചാൽ ഈ ഗ്രെഡ് ഒരു മിഷൻ വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രെഡിന് അടുത്ത് അത്യാവശ്യം മോഡേൺ ടെക്നോളജീസൊക്കെ ഉണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്യാണ്. ഓരോ ഇതിൻ്റെ കത്തി വെച്ച് ഇന്ന് ഒരു ജേഴ്സി വയൽമാൻ്റെ ക്രൂസിൻ്റെ ജേഴ്സി ഇട്ടിട്ട് കേട്ടോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് നീ എന്നെ ബിട്രേ ചെയ്താൽ നീ അത് പേ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് ഓൻ ജസ്റ്റ് ഓർത്തത്. പിന്നെ ഗ്രെഡ് ഒരുവിധം ഫൈറ്റൊക്കെ ജയിച്ച് എല്ലാവരും ഓൾമോസ്റ്റ് വന്ന്. ഗ്രെഡിന് അങ്ങനെ വലിയ പരിക്കൊന്നും പറ്റിയില്ല. ഗ്രെഡ് നമ്മളെ ഇവനെയും കൂട്ടിയിട്ട് കാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാവിൻ്റെ പേര് TK008 എന്ന നമ്പർ പ്ലേറ്റിൽ കാണുന്നത്. എന്നാൽ നമ്മൾ മൈക്ക് വയ്ക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നമ്പർ? അത് നീ പിന്നെ മനസ്സിലായിക്കോവും എന്താ പറയുക. TK008 TK8 TK എന്താവും എന്ന് ഓൻ ജസ്റ്റ് ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കാറ് കയറി പോവുകയാണ്. ഈ വട്ടം കാർ ഓടിക്കുന്ന ഗ്രെഡാണ്. അത് ഓൻ്റെ ആ കാറിൽ പോവുകയാണ്. അപ്പം മറ്റേ മൈക്ക് ആ കാര്യം ഇങ്ങനെ മനസ്സിൽ ചെറുതായിട്ട് ആലോചിക്കുന്നുണ്ട്, അങ്ങനെ സൗണ്ട് ഇല്ലാണ്ട്. അങ്ങനെ ഓരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓരെ ഈ കാര്യം അറിഞ്ഞിട്ട്, ഈ ഗ്രെഡിനെ അത് ഏൽപ്പിക്കാനുണ്ട് അറിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഗ്യാങ് വരുന്നത്. ഇവനെ കൊല്ലാൻ നേരത്തെ ഗ്രെഡിനെ കൊല്ലാൻ കുറച്ച് ആൾക്കാരെ അയച്ചില്ലല്ലോ. ഓരെ ആരെ അയച്ച ഗ്രെഡ് വെച്ചിരുന്നു. എന്നാൽ ഓരെ ട്രാക്ക് ചെയ്താൽ പോകുന്നത്. എന്നാൽ അവർക്ക് സെക്യൂരിറ്റി ഉണ്ടാകുമല്ലോ ആ ഡൗൺ ഗ്രൂപ്പിന്. എന്നാൽ അതിൻ്റെ കുറച്ച് കാവുകൾ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഗ്രെഡ് ചരിച്ച് നിർത്തുക. എന്ന് വെച്ചാൽ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് റോഡുമ്മേൽ ഹൊറിസോണ്ടലി നിർത്തുകയാണ്, രണ്ട് ഭാഗത്തും ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ. എന്നാൽ അങ്ങനെ നിർത്തിയപ്പോൾ ഇതൊരു ക്രൂസും കൂടിയാണെന്ന് ഇവനോട് പറയുന്നുണ്ട്, മൈക്കിനോട്. ക്രൂസ് അത് കണ്ടിട്ടൊരു കപ്പലിൻ്റെ ലുക്കില്ലല്ലോ എന്ന് മറ്റവനൊന്ന് പറയുന്നുണ്ട്. അന്നേരം ആ ക്രൂസല്ല എന്ന് നമ്മൾ ഗ്രെഡും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം നമ്മൾ ഗ്രെഡ് ഒരു ബട്ടൺ അമർത്തുക കേട്ടോ. എന്നാൽ ആ ബട്ടൻ്റെ അമർത്തിയപ്പം നമ്മളെ വീലിൻ്റെ അടുത്ത് ഒരു 2-3 സർക്കിൾ പോർഷൻസ് ഉണ്ട്. അത് ഓപ്പൺ ആയിട്ട് അതൊന്നൊരു പ്രത്യേക ക്യാനൺ ബോൾ പോലെ ഫയർ ചെയ്യാൻ പോകുക. അത് പക്ഷേ കർവ് ചെയ്ത് ഒരാളെ മേത്ത് കെട്ടി ഒരങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഫൈറ്റ് ചെയ്യാൻ വരുന്നത്. നോക്കോട്ടെ ഇന്ന് ഒരു ബോള്, ഒരു ക്യാനൺ ബോൾ വെച്ചാൽ ബോള് ഒരാളെ മേത്ത് കെട്ടി മറ്റേ ആളെ മേത്ത് കെട്ടി രണ്ടാൾ വീണിരിക്കുന്നുവെന്ന് മൈക്ക് അറിയുക. എന്നാൽ ഗോളെന്ന് ഗ്രെഡ് അറിയുക. അല്ല ആ ബോൾ മറ്റവൻ്റെ മേത്ത് തട്ടിയിട്ട് ഇതായി. അപ്പോൾ ഒരു അസിസ്റ്റ് പോലെ ഇല്ല അറിയാമെന്ന് വെറുതെ മൈക്കൊരു തമാശ രീതിയിൽ പറയാം. എന്നാൽ യു കൊടുത്ത് പോയിൻ്റ് എന്ന് ഗ്രെഡ് പറയാം. എന്ന് മൈക്ക് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ കാവിൻ്റെ പേര് TK008 എന്നാണോ? യെസ് എന്ന് ഗ്രെഡ് പറയുന്നുണ്ട്. അപ്പോഴാണ് ഇവനെ വെച്ചിരുന്നത് ഗ്രെഡ് ടോണി ക്രൂസിൻ്റെ ഫാനാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരേ മറ്റേ ആ തക്സിൻ്റെ ഇതിലേക്ക് പോവുകയാണ്. അന്നേരം ആ ഡോണിൻ്റെ ഇത് പോയിട്ട് ഒരേ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ ഞങ്ങളെ വേറൊരു ഗ്യാങ്ങായിരുന്നു വിട്ടത്, എന്നാൽ ഞങ്ങൾ ജസ്റ്റ് നിന്നെ കൊല്ലാനും ഞങ്ങളെ വിട്ടതെന്ന് ഓരോ ബോസ് പറയുക. ഈ ടൈം ട്രാവലിലൊന്നും ഞങ്ങൾ ഇപ്പം അറിയുന്നതെന്ന് ഒരു വന്ന്. അപ്പം ഗ്രെഡ് പറയാ ഇവരെ കൊണ്ടൊരു കൂവും കിട്ടില്ല എന്നിട്ട് പോവുകയാണ്. അന്നേരം ആ മൈക്ക് പറയാണ് അതല്ല ഇവരെ കൊണ്ടൊരു കൂവ് കിട്ടുമ്പോൾ ആ നമ്പർ വാങ്ങിയിട്ട് ആ നമ്പർ അവൻ്റെ ഫ്രണ്ടിനോട് ട്രാക്ക് ചെയ്യാൻ പറയാണ്. അല്ല ഈ നമ്പറിന്ന് ഇനിയും അതേപോലെ വേറെ ഈ വല്ല ഡോണിൻ്റെ കൂട്ടത്തിന് ഇത് കൊടുത്തതാണെങ്കിലോ കോൺട്രാക്റ്റ് വല്ല കൊടുത്തതാണെങ്കിലോ എന്ന് ഗ്രെഡ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും കുറച്ച് സ്റ്റെപ്പ് ബാക്കോട്ട് പോകേണ്ടി വരും, കുറച്ചും കൂടെ നമ്മൾ തരേണ്ടി വരും എന്ന് ചോദിക്കാം. ഓക്കെ മൈക്കെന്ന് പറയുന്നുണ്ട് ഗ്രെഡ്. അപ്പോഴാണ് ഇവന് ആ നമ്പർ ട്രേസ് ചെയ്യാൻ ഒരാളെ കൊടുത്തിരുന്നു. അയാൾ വിളിക്കുന്നത് ഞാൻ ഒരു നമ്പർ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ ഒന്ന് ഒരു ചായ കുടിക്കാൻ പോയതായിരുന്നു എൻ്റെ സ്ഥലത്തുനിന്ന്. അപ്പോൾ അവിടെ ഒരു കവൻ കയറി ആ നമ്പർ എടുത്തുകൊണ്ട് പോയി. ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കും. ഓ മൈ ഗോഷ് എന്ന് ഇവൻ പറയുന്നുണ്ട് മൈക്ക്. എന്താ ഗ്രെഡ് ചോദിക്കുക. അപ്പോൾ ഗ്രെഡിനോട് കാര്യം പറയാം. മറ്റവരൊക്കെ ഇപ്പോൾ പോവുകയും ചെയ്തല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഗ്രെഡും ചോദിക്കുക. അപ്പോഴാണ് ഈ മൈക്ക് പറയുന്നത്
ലെറ്റ് സെർച്ച് എ ബിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാണ്ട് ചോദിക്കുക. അപ്പം ഗ്രഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഓഫീസ് ഉണ്ടെന്ന് ഗ്രഡ് പറയുക. എന്നാൽ അങ്ങോട്ട് എന്താ പറയുക TK8 കൊണ്ട് പോവുകയാണ് അവർ. എന്നിട്ട് അവിടെ ഒരു നിർത്തിയിട്ട് ഒരു സെർച്ച് ചെയ്യാണ്. അന്നേരം അവിടുന്ന് അവൻ്റെ ഫ്രണ്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ആൻ്റണി ജൂനിയർ എന്നാണ്. അന്നേരം ആൻ്റണി ജൂനിയറിനോട് ജസ്റ്റ് ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യം. അപ്പോൾ ഓനും അത് സെർച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വന്ന് പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ മൈക്ക് പോവാൻ പറയുക. ഇത് വേണേ വന്നോ, പക്ഷേ ഞാൻ മാത്രമേ ആ കാർ ഓടിക്കൂ. എനിക്ക് എന്നെ വിശ്വാസമില്ല, എൻ്റെ ഫേവറേറ്റ് കാറാണ് അത്. ശരി പറഞ്ഞിട്ട് ഞാനും കൂടെ വരാം, എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. എന്നാൽ ശരിയെന്ന് ഗ്രഡും പറയുക. ഒരു പോവുകയാണേ. അപ്പം ഒരു ട്രാഫിക് സിഗ്നലിൽ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഇവിടെ വേറൊരു കാറ് കാണുകയാണ് മൈക്ക്. ഇവനെന്ത് റിവെഞ്ച് ചെയ്യാണ്ട് എനിക്ക് എന്ന് പറയാം. ആരുടെ അത് ഇവനെ തല്ലണോ എന്ന് ഗ്രഡ് വയ്ക്കുക. അതല്ല, വേറൊരു വഴിക്ക് റിവെഞ്ച് ചെയ്താലോ വയ്ക്കുക. അത് വേണോ? വേണം എന്ന് പറയുക. സംഭവം എന്താ വെച്ചാൽ ഇവന് ഗ്രീൻ ലൈറ്റ് പോകുമ്പോൾ റെഡ് ലൈറ്റ് ടൈമിൽ കയറിയിട്ട് പാവപ്പെട്ടവരെ ടാർഗറ്റ് ചെയ്യുക. എന്നിട്ട് ആ ടൈമിൽ കയറിയിട്ട് ഓരോ വണ്ടിക്ക് ഇടിക്കും. എന്നിട്ട് ഓൻ ഗ്രീൻ ലൈറ്റ് ഞങ്ങൾ ലൈറ്റ് ഓൻ്റെ ക്യാമ്പിന് ഓൻ്റെ കയ്യിൽ ഇതുണ്ട്, വീഡിയോ ഉണ്ടാവും. അത് ഓൻ എഡിറ്റ് ചെയ്തിട്ട് പോലീസിനെ അയച്ചിട്ട് പോലീസിനെ കൊണ്ട് ഇതാക്കുന്നൊരു സ്കാമറാണ്. അവന് പൈസ അങ്ങനെ കുറേ കിട്ടലുണ്ട് അതിൻ്റെ സെറ്റിൽമെൻറ്റിനൊക്കെ. അതാണല്ലേ കാര്യം. പക്ഷെ എൻ്റെ കാറിനെന്തേ പറ്റിയ ഓനെ വിവരം അറിയുമെന്ന് റെഡ് പറയുന്നുണ്ട്. കാറിനൊന്നും പറ്റൂല, കാർ നമ്മൾ ഒടിച്ചെടുക്കും. എന്നാൽ ഓൻ ഇടിക്കാൻ വരുമ്പോൾ അല്ലേ നേരെ ലിഫ്റ്റ് ചെയ്ത് തിരിച്ചെടുക്കുക. അപ്പോൾ കാറിനൊന്നും പറ്റിയില്ല. അപ്പോൾ സാധാ ഓനിങ്ങനെ ദേഷ്യപ്പെട്ട് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇവന് പെട്ടെന്ന് ഗ്രഡിൻ്റെ വണ്ടിക്ക് കയറി മൈക്ക്. ഇവനെ എൻ്റെ വണ്ടിക്ക് സോറി ഗ്രഡ് സാർ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രഡ് ഒരു മാസ്ക് ഇട്ടി കിട്ടുക. തൽക്കാലം ഗ്രഡിനെ അങ്ങനെ ആർക്കും മനസ്സിലാകുന്നില്ല. ഗൈസ് കണ്ടോ, ഒരു റോങ് സൈഡ് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് വരുന്നു. അങ്ങനെ ക്രൗഡൊക്കെ അവൻ്റെ അടുത്ത് കയറി. പൈസ ഇത് നല്ല വിലപിടിപ്പുള്ള കാറാണ്, ജസ്റ്റ് മിസ്സിന് ജീവൻ പോലെ സെറ്റിൽമെൻറ്റിന് ഒരു 1 മില്യണെങ്കിലും വേണ്ടി വരും എന്ന് ഇവൻ പറയുക. അത് കുറേ ആൾക്കാർ മീഡിയയിൽ ഇത് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്, മീഡിയയിലൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പം മറ്റവൻ കുടുങ്ങി. അപ്പം ഇതായിരുന്നല്ലോ നിൻ്റെ പ്ലാൻ ഫോർ റിവെഞ്ച് എന്ന് ഗ്രഡ് മൈക്കിനോട് ചോദിക്കുക. ഇവനെ അതേപോലെ തന്നെ കൊടുക്കുക ചെയ്തത്. അല്ല, ഇവനെ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടതായിരുന്നു. അപ്പോൾ ഓൻ എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ വേറൊരു വാച്ചിനെതിരെ നോക്കിയിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഓന് അപ്പുറത്തെ പോലീസുകാരനോട് പറഞ്ഞ് ഓനല്ലേനും കാർ ഓടിച്ചത്, അതെൻ്റെ ഫ്രണ്ടാണ്, ഓൻ ഇപ്പം ഒന്നും പറയൂല, പക്ഷെ ഓനായിരുന്നു കാർ ഓടിച്ചത്. അങ്ങനെ ഓന് ഒരു വട്ടം കുടുങ്ങിയ ടൈമാട്ടോ ഇതേപോലെ ആ സ്കാമിൽ നിന്ന് കുടുങ്ങി. അപ്പം എന്നെ കുടുക്കിയോൻ, അതുകൊണ്ടാണ് റിവെഞ്ചാക്കിയേ. എന്തായാലും പൈസ പേ ചെയ്ത്. എന്തായാലും നമുക്ക് പോയാലോ റെഡ്? പൈസ പേ ചെയ്തെന്നോ? ഇത് ഫേക്ക് ഇതാടാ ഗൂഗിൾ പേൻ്റെ എന്നോ. എൻ്റെ ഫോൺ നോക്കി അപ്പം തന്നെ പറയുക. പബ്ലിക്കിൽ ഓൻ കുറേ നാടൻ കിട്ട്. പിന്നെ ഓൻ്റെ നമ്പർ തരാൻ പറയുക. അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഡീൽ ചെയ്യുക പറഞ്ഞ് ഒരു വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവസാനം പേ ചെയ്ത് ഗ്രഡ് 2 ഇടിയും കൊടുത്ത്. അപ്പോഴാണ് അവൻ പറയുന്നത്, നിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ നേരത്തെ വരുന്നത് നീ ഗ്രഡും മൈക്കും അല്ലേ ചോദിക്കാൻ. അതെങ്ങനെ പിന്നെ പറഞ്ഞ്? എടാ പൊട്ടാ മൈക്കേ, എന്നെ ഓനറിയില്ലേ? അല്ല നിങ്ങളെങ്ങനെ അവന് ശരിയല്ലോ, എന്നെ മാസ്ക് ഇട്ടല്ലേനു. എന്നെങ്ങനെ വേണ്ടാ ഒരു ഗ്യാങ് ടാർഗറ്റ് ചെയ്തിട്ടിരുന്നു. ഞാൻ ഓരോ പേരെന്തായാലും പറയില്ല പറഞ്ഞപ്പോൾ തന്നെ ഗ്രഡ് 2-3 ഇടിയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഇത് വാങ്ങി അവസാനം നമ്പർ. അത് നോക്കിപ്പോയപ്പോൾ ഇവരെ നേരത്തെ ഇതാക്കാൻ പറഞ്ഞ ആൾക്കാരായിരുന്നു. ഇവരെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താനായിരുന്നു ഇവരെ പ്ലാൻ, മറ്റേ ടൈം മെഷീനിന് മാറ്റാൻ വേണ്ടി. അപ്പം തന്നെ ഗ്രഡിന് പിടികിട്ടി. ഈ നമ്പർ ഞാൻ എവിടെയോ കണ്ടിക്കല്ലോ. അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് ഗ്രഡ് തന്നോട് ഫൈറ്റ് ചെയ്യാൻ വന്ന ഫസ്റ്റ് നമ്പറായിരുന്നു. ഓനെ ഗ്രഡ് കൊന്നിക്കില്ലായിരുന്നു. പകരം അവൻ്റെ ഒരു ഫിംഗർ
മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗ്രെഡ് എന്നിരുന്നു ഫൈറ്റർ യു ഓമി എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഗ്രെഡ് ഇവനെ ചോദിക്കുന്നത്, നീയാണോ അതിൻ്റെ അങ്ങനെ? ഓ, നീ അത് അറിഞ്ഞല്ലേ? ആ മാപ്പ് ചോദിക്കാൻ പോകുമല്ലേ? അത് ഞാൻ കത്തിച്ച് കളയുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ വേണ്ടിയായിരുന്നു കൊണ്ടുപോയത്. പക്ഷേ ആ കാറിൽ തന്നെയായിരുന്നു അതുണ്ടായിരുന്നത്. അവന് നിന്നെ ഇതാക്കാനുള്ളത് അതാ വേണ്ടായിപ്പോയതാണ്. എന്തായാലും ആ കാറിൽ നിന്ന് എനിക്ക് തിരിച്ച് കിട്ടിയേക്ക്. എനിക്കും ഇതേപോലത്തെ മിഷനായിരുന്നു ആരോ അയച്ചത്. പക്ഷേ എൻ്റെ ടീമത്തെ ആൾക്കാർ ചതിച്ച് കൊണ്ടുപോയതായിരുന്നു. എന്തായാലും ഓരോ എന്താക്കിക്ക് നിനക്കിതാ ഇത് തരാമെന്ന് പറയാണ്. അതോടെ നമ്മ കണക്ക് കഴിഞ്ഞു എന്ന് ഇവൻ പറയുന്നുണ്ട്. ഹാവൂ, ഗ്രെഡ് അറിയാം, ഇത് കൊവാലോ, അങ്ങനെ അധികം പണിയെടുക്കാണ്ട് കിട്ടിയല്ലോ എൻ്റെ കാറ് എന്ന് അറിയാം. അപ്പാണ് അത് അവൻ കൊണ്ടുതരാൻ വരുന്ന സ്ഥലത്ത് കുറേ ആൾക്കാർ വരികയാണ് ഈ മാപ്പിന് വേണ്ടി. മാപ്പല്ല, എന്താ പറയുക, ആ ഒരു ഷീറ്റ്, ഇക്വേഷൻ ഷീറ്റിന് വേണ്ടി ഓരൊക്കെ കൂടെ ഒരു ഫൈറ്റ് തുടങ്ങുക. ഗ്രെഡ് ഇതിൻ്റെ കൂടെ അയ്യോ തല്ലാൻ വരുന്നവരൊക്കെ തല്ലും, അല്ലാണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ മാറി മാറി പോവുകയാണ്. ഗ്രെഡ് എന്തായാലും തല്ലാൻ അങ്ങനെ വയ്യ. മൈക്കാണെങ്കിൽ കിടന്ന് തല്ല് കിട്ടുന്നുണ്ടോന് പല വഴിക്കും. അപ്പം മൈക്കിന് കാറിൻ്റെ ഉപ കയറാൻ പറയുകയാണ്. റിവേഴ്സ് എടുത്ത് കുറച്ച് ദൂരോട്ട് പോയി. അപ്പം കഴിഞ്ഞ ദിവസം മറ്റേ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, 1 മില്യൺ മറ്റേ കാറിൻ്റെ ഇത്, അതിനൊരു റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഒരു ന്യൂസ് റിപ്പോർട്ടർ ടോം പറഞ്ഞൊരു ചങ്ങായി വരികയാണ്. ആ ചങ്ങായി വന്നത് കണ്ടപ്പം ഞെട്ടിപ്പോൾ. ഇതെന്തത് ഫൈറ്റിങ് ഇതോ? പോലീസിനെ വിളിക്കടാ, 911 പോലീസിനെ പോയി പെട്ടെന്ന് വയ്യ അടുത്ത പോരോട്. എന്നിട്ട് ഓനില്ലേ, ഓനാരും തല്ലാൻ വന്നത് ഓൻ്റെ എങ്ങനെ. അപ്പോൾ ഓൻ ഒരുത്തരം തല്ലിയിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയോ എൻ്റെ അസിസ്റ്റൻ്റ് ചോദിക്കുക. എടാ, ഞാൻ ഗെയിമിംഗ് സിമുലേറ്ററിൽ കുറച്ച് ഫൈറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, അതെങ്ങനെ കേട്ടാൽ അവൻ എങ്ങനെയൊക്കെയോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഗ്രെഡ് ഒരു ബ്ലൂടൂത്ത് മൈക്ക് വെച്ച് പറയുകയാണ് മൈക്കിനോട്, നീയില്ലേ ഞാൻ യെസ് എന്ന് പറയുമ്പോൾ കാറെടുത്ത് വന്നു, അപ്പോൾ ഞാൻ മാപ്പ് കിട്ടിയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ എന്ന് പറയുക. അങ്ങനെ അവിടെ ഒരു പൊരിഞ്ഞ ഫൈറ്റായിരുന്നു. അപ്പോഴാണ് ടോമിനെ കാണുന്നത്. ഇതിപ്പം മറ്റേ ന്യൂസ് റിപ്പോർട്ടർ ടോമല്ലേ? എന്നാൽ ഗ്രെഡ് കഴിഞ്ഞ ദിവസം കണ്ട് ഒന്ന് നോക്കിയിരുന്നു, ഇത് ന്യൂസ് റിപ്പോർട്ടർ ടോമിന് ഇടാൻ 2-3 ആൾക്കാർ പറയുന്നത് കേട്ടിരുന്നു. അപ്പോഴാണ് ഓൻ പെട്ടെന്ന് എന്നാ ഓൻ്റെ കയ്യിലെ മാപ്പ് പറഞ്ഞ് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വിട്ട്. അപ്പോൾ പെട്ടെന്ന് ഓൻ്റെ ഇതിന് പോലീസും വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് മറ്റവൻ്റെ കയ്യിൽ നിന്ന് മാപ്പ് തട്ടിപ്പറിച്ചിട്ട്, മാപ്പല്ല സോറി ഇക്വേഷൻ്റെ അത്, അതൊരു മാപ്പ് പോലെ വിചാരിച്ചാൽ മതി. എന്നാൽ അത് തട്ടിപ്പറിച്ചിട്ട് നേരെ ഓടി യെസ് എന്ന് പറയുക. അപ്പം മൈക്ക് പെട്ടെന്ന് ആ ക്രൂസ് കാർ എടുത്തിട്ട് നേരെ അവൻ്റെ മേത്തേക്ക് കൊണ്ടുപോയി ഇടിക്കുന്ന പോലെ വന്നു. പക്ഷേ അവൻ്റെ മേലെ ചാടി കയറി, ബ്ലാക്ക് പാന്തർ ചാടി കയറി പോലെ മറ്റേ ഇതിൽ. എന്നിട്ട് എനിക്കോ സീറ്റ് കയറി. ഓര് നേരെ വെടിവെപ്പ് തുടങ്ങി. അപ്പോൾ പോലീസ് പെട്ടെന്ന് വന്ന്. അതോടെ എന്തായാലും ടോമിനും നല്ലൊരു പേരായി. ഇത്രയും പിടിച്ചു. പക്ഷെ ആ മാപ്പ് എവിടെ എന്ന് ടോമിനോട് ചോദിച്ചു. അങ്ങനെ മാപ്പില്ലായിരുന്നു. അതായത് ഞാൻ വിളിച്ചു കൊടുത്ത് അങ്ങനെ ടോം ഓരോ സമയം നമുക്കത് തുടങ്ങി. അതോടെ ഈ ഒരു ഭാഗം ബ്ലാക്ക് ഔട്ട് ചെയ്തു. ആ ഒരുവിധം മാപ്പ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അത് മൈക്കിന് പോലും കാണിച്ചു കൊടുത്തില്ല. നേരെ കാറിൻ്റെ മുമ്പിൽ തന്നെ അത് കത്തിച്ച് കളഞ്ഞു. ഓരോ പേജും ഒരു സൈഡ് മാത്രം എഴുതിയിട്ട് പോകും. എന്നാൽ ഓരോന്നായിട്ട് കത്തിച്ച് തരണം കേട്ടോ. പക്ഷെ അതിനകത്ത് ആരും അറിയാണ്ട്, ഗ്രെഡും അറിയുന്നില്ല കേട്ടോ. ആ കാറിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാമുണ്ട്, ആ ക്യാമ അതൊക്കെ റെക്കോർഡായിരുന്നു. ആ പാറ്റേണൊക്കെ അതിൻ്റെ AI അനാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മൈക്കിനെ വെറുതെ വിട്ടു കേട്ടോ നമ്മൾ ഗ്രെഡ്. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഗ്രെഡും ആൻ്റണി ജൂനിയറും എന്ന് വെച്ചാൽ മറ്റൊരു ഫ്രണ്ടും കൂടെ കാർ കയറിയ സ്ഥലത്തേക്ക് പോവുക. അത് മൈക്കിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. എന്തായാലും നീ ഇത്രയൊക്കെ സഹായിച്ചാലേ പറഞ്ഞിട്ട് ഈ കാറ് തന്നെ അവനെ എഴുതി കൊടുക്കുകയാണ്. അപ്പം മൈക്ക് വണ്ടേടായി, ശരിക്കും നിങ്ങൾ ഫേവറേറ്റ് കാർ ഇതല്ലേ? എൻ്റെ 1 ഓഫ് ദി ഫേവറേറ്റ്. അന്നേരം വേറെ കാറിൻ്റെ ചോദിക്കുക. യെസ്, എനിക്ക് ഇപ്പോൾ ഇനി വേറൊരു കാർ സെർച്ചിങ്ങിന് പോകാണ്ട് അറിയുക ഇതേപോലെ. അതിൻ്റെ പണി കൊണ്ട് ഈ കാർ ഞാൻ ഉപയോഗിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതങ്ങനെ വെറുതെ എടുത്താൽ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് 50% ഓണർഷിപ്പ് നേരത്തെ പറഞ്ഞേക്ക്. അത് മതി, എനിക്ക് ഓടിക്കാൻ എപ്പോഴും മതി എന്ന് പറയുന്നുണ്ട് മൈക്ക്. അപ്പം മൈക്ക് ചോദിക്കുകയാണ്, നമ്മളെ ഈ കാറ് എന്തായാലും നിങ്ങൾ ഇവിടെ വെച്ചല്ലോ, അപ്പം നിങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്ന കാറിൻ്റെ പേരെന്താ? AV99 എന്ന് ഗ്രെഡ് അറിയാം.
AV-99 അതെന്താ സാധനം എന്ന് ചോദിക്കുക. അപ്പാണ് ഗ്രെഡ് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത്, അൽവാറോ വെസ്കസ് 99. ഓ, നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനായിരുന്നു അല്ലേ? യെസ്, എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഭരത് പറഞ്ഞിട്ട്, ഓൻ ഇന്ത്യയിൽ നിന്നാണ്. ഓ, ഞാനും അങ്ങനെ ഇന്ത്യയിൽ കുറച്ച് ലീഗ് കണ്ടിരുന്നെന്ന് അറിയാണ്. എന്തായാലും ഓനൊരു മോഹൻ ബഗാൻ ഫാനായിരുന്നു. അങ്ങനെയാണ് ഇത് കേരള ഫാനായ ഞാൻ. ഓക്കെ, അതൊക്കെ വിട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാർ സൂക്ഷിച്ച് വെക്കണം പറഞ്ഞിട്ട് അത് ഒരു പോവുകയാണ്. അങ്ങനെ അതിനുശേഷം ഭരത് പറഞ്ഞ ക്യാരക്ടറിനെ കാണിക്കുന്നത് ഒരു മെട്രോ പോലത്തെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ് ഓൻ്റെ ഒരു ബാഗും വെച്ച്. പക്ഷേ ആ ബാഗ് ഒരു കവൻ എടുത്തുകൊണ്ട് പോവുകയാണ് ഓനെ ടാക്ക് ചെയ്തിട്ട്. അപ്പോൾ ഓനെ ആലോചിക്കുന്നുണ്ടോ, ഓനെ ഇന്ന് ബാഗ് എടുക്കാൻ പോകണ്ടേ. അങ്ങനെ ഓൻ്റെ സ്ഥലത്ത് പോയിട്ട് ഓൻ്റെ ഗൺസൊക്കെ എടുത്ത് തയ്യാറാകുകയാണ് അതിന് വേണ്ടി. അങ്ങനെ ഗ്രെഡിൻ്റെ ഇന്ന് കാബ് മോഷ്ടിച്ച ഫോട്ടോയും കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അന്നേരം ആ ചങ്ങായി തന്നെയായിരുന്നു ആ ഭരത്തിൻ്റെ ഇത് നോക്കി. എന്നാൽ രണ്ടാവും ഈ ചങ്ങായിനെ പുറകെ കാണിച്ച് സിനിമ എൻ്റെ ചെയ്യുന്നു. ഇതിന് പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഉണ്ട്, മിഡ് ക്രെഡിറ്റ് സീനും ഉണ്ട്. അപ്പോൾ മിഡ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത് നമ്മളെ ന്യൂസ് റിപ്പോർട്ടർ ടോമിനെയാണ്. ന്യൂസ് റിപ്പോർട്ടർ ടോം ഒരു ലുഡോ ഗെയിം കളിക്കുകയാണ്. അതിൽ ചാറ്റും ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ ഓൻ്റെ ഓപ്പണറിനെ ഓനെ പൊട്ടിച്ച് ഹൗ എന്ന് പറയുന്നുണ്ട്. ഐ എം ദി ലുഡോ ഗെയിം പറഞ്ഞ് ഓൻ കുറച്ച് ശബ്ദത്തിൽ സ്ക്രീം ചെയ്യുന്നുണ്ട്. അപ്പം ടോമേ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. പക്ഷെ ഓൻ്റെ ലുഡോ നെയിമിൽ ഇതില്ല. പിന്നെ ഓൻ്റെ ഇതിലൊന്നു ഈ അടുത്തങ്ങ് ആവാണോ, എൻ്റെ ഫ്രണ്ട്സൊന്നും അല്ലല്ലോ ഇത് എന്നാലോചിക്കുന്നത്. അപ്പം നിനക്കങ്ങനെ എൻ്റെ പേര് കിട്ടി ചാറ്റ് ചോദിച്ച് ഐ ആം കമ്മിങ് ഫോർ യു പറഞ്ഞിട്ടൊരു മെസ്സേജോടെ ആ ഭാഗത്തുനിന്ന് നേരെ ബാക്കൗട്ട് ചെയ്യാണ്. പക്ഷേ മിഡ് ക്രെഡിറ്റ്സിങ് എനിക്കില്ല കേട്ടോ. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവൻ്റെ സൗണ്ട് കിട്ടിയിട്ട് ഇതാരാ കേട്ട് പഠിച്ചപ്പോൾ സൗണ്ടാണല്ലോ നോക്കുന്ന ഗ്രെഡിനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഗ്രെഡിന് പുതിയ ലുക്കാണ്. എന്താ പറയുക, ഒരു റാപ്പറിനെ പോലെ മുടിയൊക്കെ വളർത്തി ഒരു പുതിയ ലുക്കിലാണ് ആ ഒരു പ്ലേയിങ് സ്ഥലത്ത് നിൽക്കുന്നത്. പിന്നെ നമ്മളെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് കാണിക്കുന്നത്. പോസ്റ്റ് ക്രെഡിറ്റ് സീന് നമ്മളെ സ്വന്തം മൈക്ക് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് നമ്മളെ ഒരു കാർ സ്കാമിലാണ്, ട്രാഫിക് സ്കാമിൽ ആ ചങ്ങായി വീണ്ടും റിവെഞ്ചിന് വേണ്ടി ഓൻ്റെ വേറൊരു ഗ്യാങ്ങുമായിട്ട് വരുന്നത്. അതോടെ മൈക്ക് കുടുങ്ങുന്ന പോലെയാണ് കാണിക്കുന്നത്. ഓൻ്റെ അടുത്ത് മറ്റേ കാവില്ല കേട്ടോ. കാവില്ലാണ്ട് വെറുതെ സ്ട്രീറ്റ് കൂടെ നടക്കുമ്പോൾ അതോടെ പോസ്റ്റ് ക്രെഡിറ്റ് സീന് എൻഡ് ചെയ്യാണ്. ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മെൻഷൻ ചെയ്യുന്ന ലുഡോ പറഞ്ഞൊരു മൂവിയിലേക്കും പിന്നെ മൈക്ക് എന്ന് പറഞ്ഞ അവൻ്റെ സോബ മൂവിക്കുമാണ്. Okay guys, thank you for watching and make sure to subscribe and like.